അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചതായ ആളുകളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണേ. റസൂലുള്ളാഹിനെ അങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണേ. കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാണോ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മുത്ത് റസൂലുമായി കൊണ്ട് അടുത്തതായ സ്ഥാനം പിടിക്കുന്നത്, അവനായിരിക്കും നാളെ ആഖിറത്തിൽ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അവനായിരിക്കും ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തുള്ളതായ സീറ്റിൽ സ്വർഗ്ഗത്തിൽ ഉണ്ടാവുക. അങ്ങനെയുള്ളതായ പൊസിഷനിലേക്ക് എത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ സമയത്തും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നിയ്യത്തും വേണ്ടാതെ ചെയ്യേണ്ടതായ ഒരൊറ്റ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ, അത് സ്വലാത്താണ്. ഈ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരുന്നാൽ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിനെ അതിരട്ടി സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.